എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും ആ ഒരു വലിയ മിഡ് ടേം എക്സാമിൽ ജയിച്ചിരിക്കുകയാണ്. പക്ഷെ എല്ലാവരുടെയും സംശയം ആ ചെമ്പമുടിയനും അവന്റെ രണ്ട് ഫ്രണ്ട്സും അവരെങ്ങനെ ഈ എക്സാമിൽ പാസ്സായെന്നാണ്. ഹീറോയിൻ ആണെങ്കിൽ ഹീറോയെ നോക്കും, അവനോട് ചോദിക്കും, സത്യം പറയ്, അവർ ജയിക്കാൻ കാരണക്കാരൻ നീയല്ലേ? എന്തോ ഒരു കാര്യം ചെയ്തു, അതുകൊണ്ടാണ് അവർ ജയിച്ചത്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. 4 ദിവസം മുൻപുള്ള ഒരു ഫ്ലാഷ് ബാക്കിൽ ഹീറോ ആണെങ്കിൽ ഒരുപാട് ടെൻസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. മുടിയനെ അവന്റെ ടീമിനെയും അവരെങ്ങനെ ചെയ്യിപ്പിക്കും, അതാണ് ഇപ്പോഴത്തെ ഹീറോയുടെ ഏറ്റവും വലിയ വിഷയം. ഹീറോ ഒരുപാട് നേരം ആ കാര്യം ആലോചിച്ച് പുറത്തേക്ക് വരുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഹീറോയിനെയും അവളുടെ ബ്രദറിനെയും കാണിക്കുക. അവളുടെ ബ്രദർ മറ്റാരുമല്ല, ആ സ്കൂളിലെ തന്നെ അഭിമാനമായ ലീഡർ. ആൾ ഒരുപാട് ദേഷ്യത്തില് അവളെ പിടിച്ചു വലിച്ചു പറയും, ഇപ്പോ നമ്മുടെ ഫാമിലിക്കെല്ലാം ഒരു അപമാനമാണ്. നീ ആ ഡി ഡിവിഷനിൽ പോയി ചേർന്ന് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. ഇനി നീ എങ്ങനെ നല്ല മാർക്ക് ഏൺ ചെയ്ത് എയിലേക്ക് വരും? നിന്നെ കൊണ്ട് അതിന് സാധിക്കില്ല. നീ വിചാരിച്ചാൽ മാത്രം നിന്റെ ക്ലാസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ആളാണെങ്കിൽ അവൾ ഒരുപാട് അടിക്കുകയും അവളെ ഒരുപാട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്യും. അത് കണ്ട് ഹീറോ ആണെങ്കിൽ ഓടി വന്ന് അവന്റെ കൈ തടയാണ്. ഹീറോയിൻ പറയും, ഇവിടെ നിനക്ക് യാതൊരു റോളും ഇല്ല, ഇത് ഞാനും എന്റെ ബ്രദറും തമ്മിലുള്ള പ്രശ്നമാണ്, ദയവ് ചെയ്ത് ഇതിൽ ഇടപെടരുത്. അത് കേട്ട് ഹീറോ ആണെങ്കിൽ കൈയെടുത്ത് അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോഴായിരിക്കും ലീഡർ അവനിപ്പോ ഹീറോയോട് ചോദിക്കുക, നീ ഇവളുടെ ക്ലാസ്മേറ്റ് അല്ലേ? എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. എൻട്രൻസ് എക്സാമിൽ എല്ലാ സബ്ജക്റ്റുകൾക്കും കറക്റ്റ് 50 മാർക്ക് വാങ്ങിച്ച് പാസ്സായ ആള് അത് നീയല്ലേ? അതിന് ഹീറോ അതേന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കും. അവളുടെ ബ്രദർ ആണെങ്കിൽ കൂടുതലൊന്നും ചോദിക്കാതെ അവിടുന്ന് കടന്നു പോകും. പിന്നീട് ഹീറോയിനും അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കാഷ്വലായിട്ട് സംസാരിക്കുകയാണ്. ഹീറോയിനാണെങ്കിൽ ഹീറോയോട് പറയും, അവർ 3 പേരും ഫെയിലായാലും കുഴപ്പമില്ല, ബാക്കി എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുന്നുണ്ട്. അതിന് ഹീറോ, അവർ 3 പേരും ഫെയിലായ നമ്മുടെ ക്ലാസ് അത് ഡി റാങ്കിൽ നിന്നും മുൻപോട്ടേക്ക് പോവില്ല. നിനക്കൊരു കാര്യം അറിയോ? നിനക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല, നിനക്ക് ആരോടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ബോണ്ടില്ല. അതുകൊണ്ടാണ് നിനക്ക് എപ്പോഴും ഇതുപോലുള്ള ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ടീമില് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ചേട്ടന്റെ ആഗ്രഹപ്രകാരം നിനക്ക് ഡീലിൽ നിന്ന് മുൻപോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതിനാദ്യം വേണ്ടത് നീ നിന്റെ ആറ്റിറ്റ്യൂഡ് മുഴുവൻ ഒന്ന് ചേഞ്ച് ചെയ്യണം. എല്ലാവരോടും കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പെരുമാറാൻ പഠിക്കണം. അതിനോട് പറയും, ഒരിക്കലുമില്ല, എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം, എനിക്ക് ഒറ്റയ്ക്ക് നിന്നാൽ മാത്രമേ ജയിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് അവൻ കടന്നു പോകും. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഹീറോ അവനാണെങ്കിൽ ഇപ്പൊ കുഷീനായിട്ട് സംസാരിക്കുകയാണ്. ടേം എക്സാമിൽ എങ്ങനെ കൂടുതൽ മാർക്ക് വാങ്ങാം എന്നത് മാത്രമാണ് അവന്റെ ചിന്തയിൽ. അവനാണെങ്കിൽ സീനിയേഴ്സിനോട് ചോദിച്ച് എങ്ങനെയെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അത് മേടിച്ചെടുക്കണം, കയ്യിൽ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് എക്സാം എഴുതാം എന്നൊക്കെ പ്ലാൻ ചെയ്യും. ഹീറോ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു സീനിയറിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം അവനോട് ചോദിക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അതെനിക്ക് തരോ? അതിന് പകരമായിട്ട് 10,000 പോയിന്റ്സ് അത് ഞാൻ നിനക്ക് തരാം. പക്ഷെ സീനിയർ ആണെങ്കിൽ അതിന് തയ്യാറാവില്ല. ഹീറോ വീണ്ടും അവനെ കൺവിൻസ് ചെയ്യും, നിന്റെ ഈ ഫുഡൊക്കെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം നിനക്ക് പോയിന്റ്സ് വളരെ കുറവാണ്. സോ 10,000 പോയിന്റ്സ് നിനക്ക് കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം ലാവിഷായിട്ട് നിനക്ക് കഴിയാൻ പറ്റും. പക്ഷെ അവനാണെങ്കിൽ അപ്പോഴും പറയും, എന്നെ കൊണ്ട് ഒരിക്കലും അതിന് പറ്റില്ല, ഇതൊരു വലിയ റിസ്ക് ആണ്, സ്കൂളിൽ അറിഞ്ഞ എന്നെ പുറത്താക്കും. ഇത്രയും വലിയ റിസ്ക് ഞാൻ ഏറ്റെടുക്കണമെങ്കിൽ 10,000 പോരാ, എനിക്ക് 30,000 നീ തരണം. പക്ഷെ ഹീറോ ആണെങ്കിൽ 10,000-ൽ തന്നെ നിൽക്കും. അവരാണെങ്കിൽ ഒരുപാട് നേരം ഇപ്പൊ പണത്തിന് വേണ്ടി തർക്കിച്ചുകൊണ്ടേയിരിക്കും. ഗുഷീനോ ആണെങ്കിൽ അവനോട് റിക്വസ്റ്റ് ചെയ്യും, ഹീറോയോട് ചേർന്ന് അവനോട് റിക്വസ്റ്റ് ചെയ്യും. അവസാനം 15,000 പോയിന്റ്സിന് അവൻ സമ്മതിക്കും. അങ്ങനെ ഡീലൊക്കെ ഉറപ്പിച്ച് ഗുഷീനയും ഹീറോയും അവർ രണ്ടുപേരും ഇപ്പൊ യാർഡിൽ അവന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗുഷീനയ്ക്കാണെങ്കിൽ അപ്പോഴും ഭയങ്കര ടെൻഷൻ, ഒരുപക്ഷെ ഇതേ ക്വസ്റ്റ്യൻ ആയിരിക്കില്ലെങ്കിലോ നമുക്ക് വരുന്നത്. ഇനി ആണെങ്കിൽ തന്നെ ആരെങ്കിലും പറഞ്ഞ് ഈ സീക്രട്ട് പുറത്തു പോയാൽ നമ്മളെ തീർച്ചയായിട്ടും സ്കൂളിൽ നിന്ന് പുറത്താക്കും. പക്ഷെ ഹീറോ ആണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനോട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചപ്പോൾ അവന്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചിരുന്നു, അവന് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. സോ നമുക്ക് മുൻപുള്ളവരും ഇതൊക്കെ തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ് അവൻ ക്വസ്റ്റ്യൻ പേപ്പറിന് വീണ്ടും വെയിറ്റ് ചെയ്യുമ്പോഴേക്കും സീനിയർ ആണെങ്കിൽ അത് അവന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കും. ഹീറോ വീണ്ടും അവളോട് പറയും, ഈ പ്ലാൻ എല്ലാം നിന്റെ ആണെന്ന് മാത്രമേ എല്ലാവരും അറിയാൻ പാടുള്ളൂ. എനിക്കധികം ഫ്രണ്ട്സ് ഒന്നുമില്ല, നിനക്കാണെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. സോ തീർച്ചയായിട്ടും നീ വേണം ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് എടുക്കാൻ. അതിന് ഗുഷീനെ ഓക്കെ പറഞ്ഞ് ക്ലാസ്സിലേക്ക് വന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും കൊടുക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതുപയോഗിച്ച് എക്സാം എഴുതുകയാണെങ്കിൽ നല്ല സ്കോർ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൾ പറയും. പക്ഷെ അപ്പോഴും ചെമ്പമുടിയൻ അവൻ മാത്രം അതൊന്നും വായിക്കാനോ മേടിക്കാനോ തയ്യാറാവില്ല. ഹീറോയിനാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് പറയും, ദയവ് ചെയ്ത് നീ ഇത് വാങ്ങി പഠിക്കണം, നീ കാരണം ബാക്കിയുള്ളവർക്ക് കൂടെ പോയിന്റ്സ് പറയാൻ പാടില്ല. ബാസ്കറ്റ് ബോൾ കളിച്ച് അതിലൊരു വലിയ പ്ലെയർ ആവണമെന്നല്ലേ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം?
അത് നടക്കണമെങ്കിൽ നീ എക്സാമിൽ ജയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നിനക്ക് ഈ സ്കൂളിൽ നിന്ന് പുറത്തു പോവേണ്ടി വരും. അത് കേൾക്കുമ്പോൾ അവൻ മറ്റൊന്നും ആലോചിക്കാതെ അത് വാങ്ങി പഠിക്കും. അങ്ങനെയാണ് ഇവരെല്ലാവരും ഈ എക്സാമിൽ ജയിച്ചത്. സ്റ്റുഡൻസിന് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കാരണം ഖുഷീനെ കാരണം അവർക്ക് നല്ല സ്കോർ കിട്ടിയിരിക്കുകയാണ്. എല്ലാവരും ഖുഷീനോട് താങ്ക്സ് പറയും. അവിടെയുള്ള ആർക്കും തന്നെ അറിയില്ല ഇതിന്റെ എല്ലാം പുറകില് ഹീറോ ആണെന്ന്. എല്ലാ ക്രെഡിറ്റും ഖുഷീനയ്ക്ക് മാത്രം കിട്ടി. എല്ലാവരും ഖുഷീനോട് താങ്ക്സ് പറയും. ഹീറോ ആണെങ്കിൽ ഒരുപാട് ചാരിതാർത്ഥ്യത്തോടു കൂടെ ഹീറോയിനെ നോക്കും. അവളും ഒത്തിരി സന്തോഷത്തില് ഹീറോയോട് താങ്ക് യു വെരി മച്ച്. ആക്ച്വലി നിന്റെ കോൺട്രിബ്യൂഷൻ ഇതിലുണ്ട് എന്നെനിക്കറിയാം. നമ്മളെല്ലാവരും ഒന്നിച്ച് മനസ്സ് വെച്ചുകൊണ്ടാണ് ഇത് സാധ്യമായെന്ന് പറയുമ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. ടീച്ചർ ആളവിടേക്ക് വന്ന് എല്ലാവരോടുമായിട്ട് പറയും, നിങ്ങൾ സന്തോഷിക്കാൻ വരട്ടെ, നിങ്ങളിൽ ഒരാള് ഫെയിലിയർ ആണ്. ഇത് കേട്ട് ഒരു സെക്കൻഡ് എല്ലാവരും ഫ്രീസ് ആവും. അപ്പോഴായിരിക്കും ടീച്ചർ ആ സ്കോർ ബോർഡ് കാണിച്ചു കൊടുക്കുക. നമ്മുടെ ചെമ്പമുടിയൻ അവൻ ഫെയിൽ ആയിരിക്കുകയാണ്. ടീച്ചർ അവനെ എഴുന്നേപ്പിച്ച് നിർത്തി അവനോട് പറയും, ആക്ച്വലി നീ എല്ലാ സബ്ജക്റ്റിലും പാസ്സായതാണ്. പക്ഷെ ഓവറോൾ മാർക്ക് എടുക്കുമ്പോൾ ഒരേ ഒരു മാർക്ക്, ഒറ്റ മാർക്ക് നിനക്ക് കുറവാണ്. പക്ഷെ ഒരു മാർക്ക് ആണെങ്കിലും നീ ഫെയിൽ ആയതുകൊണ്ട് നിനക്കിനി ഈ സ്കൂളിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. നിന്റെ ബാഗും സാധനങ്ങളും ഒക്കെ എടുത്ത് എത്രയും വേഗം ഓഫീസ് റൂമിലേക്ക് വരിക. നിന്റെ TC അവിടെ തയ്യാറാണ്, അത് ഞാൻ നിനക്ക് തരും. അതും മേടിച്ച് നിനക്ക് തിരികെ പോവാം. ഉടനെ ഖുഷീന ആണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കും. നമ്മുടെ ഫ്രണ്ട് അവനെ രക്ഷിക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അവൾ ചോദിക്കും. അത് കേട്ട് ഹീറോ എഴുന്നേറ്റ് പുറത്തേക്ക് പോവാണ്. ഹീറോ അങ്ങനെ നടന്നു വന്ന് ടീച്ചറിന്റെ അടുത്തേക്ക് വരും. ടീച്ചർ ആണെങ്കിൽ ഒരു സിഗരറ്റൊക്കെ വലിച്ച് ഹായായിട്ട് നിൽക്കുകയാണ്. ഹീറോ ടീച്ചറോട് ചോദിക്കും, എല്ലാ മനുഷ്യരെയും എല്ലാവരും ഒരുപോലെയാണോ കാണുന്നത്? അതിന് ടീച്ചർ വണ്ടർ അടിച്ച്, നീ എന്തിനാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ എന്നോട് ചോദിക്കുന്നേ? അതിനവൻ പറയും, ടീച്ചർ വിചാരിച്ച ആ ചെമ്പമുടിയനെ അവനെ രക്ഷിക്കാൻ കഴിയും. ടീച്ചർ ദയവുണ്ടായി അവനൊരു ലാസ്റ്റ് ചാൻസോടെ കൊടുത്ത് അവനെ പാസ്സാക്കണം. പക്ഷെ ടീച്ചറാണെങ്കിൽ തീർത്ത് പറയും, എന്നെ കൊണ്ട് ഒരിക്കലും ആരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, ഞാനത് ചെയ്യില്ല. ഉടനെ ഹീറോ അവൻ ആ ഫോൺ ആണെങ്കിൽ ഇപ്പൊ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കും. നിങ്ങളല്ലേ പറഞ്ഞത് ഈ പോയിന്റ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാൻ കഴിയുമെന്ന്. ഈ ഒരു പോയിന്റ് ഉപയോഗിച്ച് ഒരു മാർക്ക് അതെനിക്ക് വാങ്ങാൻ കഴിയോ? അതിന് ടീച്ചർ പറയും, വാങ്ങിക്കാൻ കഴിയും, പക്ഷെ ഒരു പോയിന്റ് നിനക്ക് വാങ്ങണമെങ്കിൽ അതിനുവേണ്ടി 1,00,000 പോയിന്റ്സ് നീ നിന്റേത് കൊടുക്കേണ്ടി വരും. അത് കേട്ട് ഹീറോ അവന്റെ ഫോണിലേക്ക് നോക്കും. അവന്റെ ഫോണിൽ അത്രയും ബാലൻസ് ഇല്ല. മറ്റൊരു ഭാഗത്ത് ചെമ്പമുടിയനും ഡിവിഷൻസിലെ കുറച്ച് പിള്ളേർ സെറ്റും അവർ രണ്ട് ടീമും ചേർന്ന് ഇപ്പൊ തർക്കിച്ച് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. അവരുടെ ഫൈറ്റ് ഒക്കെ കണ്ട് ഇടയിൽ ഒരു പെൺകുട്ടി വന്ന് അവരുടെ ഫൈറ്റ് സോൾവ് ചെയ്ത് രണ്ട് ടീമിനെയും പറഞ്ഞയക്കും. അതേസമയം ഇവിടെ ടീച്ചറിന്റെ അടുത്തേക്ക് ഹീറോയിനും കടന്നു വരും. ടീച്ചറും ഹീറോയും സംസാരിച്ച കാര്യങ്ങളെല്ലാം കേട്ട് അവള് പറയും, ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്ത് 1,00,000 പോയിന്റ്സ് തരാം, ദയവ് ചെയ്ത് ഒരു പോയിന്റ് അവന് കൊടുക്കണം. അങ്ങനെ വേറെ വഴിയില്ലാതെ ടീച്ചർ ഇപ്പോ അവനാ ഒരു മാർക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം ഇപ്പൊ എല്ലാവരും ചേർന്ന് ഹീറോയുടെ റൂമിൽ ഫുഡും ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് ഒരു അടിപൊളി പാർട്ടി നടത്തുകയാണ്. ചെമ്പമുടിയനും ഫ്രണ്ട്സിനും ആണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവർ ഹീറോയോട് ചോദിക്കും, എങ്കിലും നിങ്ങൾ എങ്ങനെ ആ ഒരു മാർക്ക് ഒപ്പിച്ചെടുത്തു? ഹീറോ അതിന് ഹീറോയെ ചൂണ്ടിക്കാണിക്കും. ഇവളാണ് വളരെ കഷ്ടപ്പെട്ട് ടീച്ചറെ കൺവീൻസ് ചെയ്ത് ആ ഒരു മാർക്ക് നിനക്ക് നേടിത്തന്നത്. ഹീറോയിനാണെങ്കിൽ ഷോക്കാവും. കാരണം ഹീറോ എല്ലാ ക്രെഡിറ്റും ഇപ്പൊ ഹീറോയിന് കൊടുക്കുകയാണ്. അത് കേട്ട് എല്ലാവരും ഇപ്പൊ ഹീറോയിനോട് ഒത്തിരി താങ്ക്സ് പറയും. ഒത്തിരി താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവരങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും. പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഹീറോയും കൊസീത്തയും അവർ രണ്ടുപേരും റൂം ക്ലീൻ ചെയ്യാണ്. കൊസീത്തയ്ക്ക് അപ്പോഴും ഭയങ്കര സംശയം. അവിടെ അവന് ഹീറോയിനോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടോന്ന്. അവൻ അപ്പോഴും പറയും, സത്യമായിട്ടും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നുമില്ല, ഞങ്ങൾ അപ്പോഴും ഇപ്പോഴും എപ്പോഴും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കൊസീത്ത അവളാണെങ്കിൽ പുറത്തേക്ക് പോവാണ്. പക്ഷെ അവളുടെ ഫോൺ അത് ഹീറോയുടെ റൂമിൽ മറന്നു വെച്ച് പോകും. ഹീറോ ഉടനെ ആ ഫോണുമായിട്ട് അവളെ ഫോളോ ചെയ്ത് പിന്നാലെ വരുമ്പോഴായിരിക്കും അവൾ ഒരുപാട് ദേഷ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു കൈവരിയിൽ ആഞ്ഞ് ചവിട്ടുന്നത് കാണുക. കൊസീത്തയ്ക്ക് നമ്മുടെ ഹീറോയിന് ഒട്ടും ഇഷ്ടമല്ല. അവളെ ഇമാജിൻ ചെയ്തായിരിക്കും അവൾ ആ കൈവരിയിൽ ആഞ്ഞ് ചവിട്ടുക. ഹീറോ ആണെങ്കിൽ ഇതെല്ലാം കണ്ട് ആ ഫോണുമായിട്ട് അവളുടെ അടുത്തേക്ക് വരും. കൊസീത്ത ടെൻഷനായിട്ട്, നീ ഒരുപാട് നേരമായോ ഇവിടേക്ക് വന്നിട്ട്? ഞാൻ പറഞ്ഞത് മുഴുവൻ നീ കേട്ടു അല്ലേ? അവളുടനെ അവന്റെ കൈയെടുത്ത് അവളുടെ ചെസ്റ്റിൽ വെക്കും. ഞാനിവിടെ പറഞ്ഞ കാര്യം അത് നീ പുറത്താരോടെങ്കിലും പറഞ്ഞ ഓൺ ദ സ്പോട്ട് ഞാൻ എല്ലാവരോടും നീ എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയും. നിന്റെ ഫിംഗർ പ്രിന്റ് അതിപ്പോ എന്റെ ചെസ്റ്റിലുണ്ട്. ഹീറോ ആണെങ്കിൽ ഒരു സെക്കൻഡ് അത് കണ്ട് ഫ്രീസ് ആവും. ഇത്രയും നാളും അവൻ കണ്ട ഖുഷീന അവൾ ഇങ്ങനെയല്ല. ഹീറോ വണ്ടർ അടിച്ച്, സത്യം പറ ഖുഷീന, നീ ശരിക്കും ആരാ? നിന്റെ നേച്ചർ ഒന്നും കണ്ടിട്ട് എനിക്ക് നിന്റെ സ്വഭാവം അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിന് ഖുഷീനയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ ഹായ് ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.